ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ദൈവമുമ്പാ കടന്നു വന്ന് ദൈവദിനം കേൾക്കുവാൻ, ദൈവത്തെ ധ്യാനിക്കുവാൻ ദൈവം നൽകിയ വിലയേറിയ ഈ അനുഗ്രഹീത നിമിഷത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അതിൻ്റെ പഴഞ്ചൊല്ല് നമുക്ക് വ്യക്തതയാണ്. കാരണം നല്ല കൂട്ടുകാരെ നേടിയെടുക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കണമെങ്കിൽ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മളെ മനസ്സിലാക്കുന്നവരും നമ്മളെക്കുറിച്ച് അറിയാവുന്നവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരുമായിരിക്കണം. ഇന്ന് പലപ്പോഴും യുവാക്കളൊക്കെ അവരുടെ സ്നേഹിതന്മാരെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് തങ്ങളുടേതായ വഴിയിൽ കൂടി തങ്ങളെ സഞ്ചരിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ തങ്ങളെ അനുഗമിക്കുന്നവരോ തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരോ ഒക്കെ ആകാം നമ്മുടെ സ്നേഹിതന്മാർ. മദ്യപാനം ശീലമാക്കിയ ഒരാൾക്ക് മദ്യപിക്കുന്നവരാകാം കൂട്ടുകാർ. പുകവലിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം പുകവലിക്കാരാകാം കൂട്ടുകാർ. അത് നമ്മുടെ സ്വഭാവത്തിനനുസരണമാണ് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, എൻ്റെ കൂട്ടുകാരൻ ആരാണ്? എൻ്റെ കൂട്ടുകാരൻ ആരാണ്? ശാന്തമായി നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് നോക്കുക. ഒരു നല്ല കൂട്ടുകാരനെ കണ്ടെത്തുവാൻ കഴിയുമ്പോൾ അവൻ ആരാകും? അവൻ നല്ല നമ്മുടെ സതീർത്ഥരായി മാറുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറും. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ചുറ്റുപാടുകളും. ഞാൻ ഓർപ്പിക്കുവാനുള്ള കാരണം, നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സ്നേഹിതർ ആരാണ് എന്ന് ചിന്തിക്കുവാൻ എനിക്കും നിങ്ങളും കഴിയണം. ഇവിടെ ഒരു ചോദ്യം ഞാനിവിടെ ചോദിക്കുന്നത്, യേശു ക്രിസ്തു നിങ്ങളുടെ സ്നേഹിതനായി കൂട്ടുകാരനായി കൂടെയുണ്ടോ? യേശു ക്രിസ്തു നമ്മുടെ നല്ല കൂട്ടുകാരനായി മാറിയിട്ടുണ്ടോ? യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവനെ സമർപ്പിക്കുവാനായിരുന്നുവെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ ആരാകണം? യേശു ക്രിസ്തു ആകണം. യേശു ക്രിസ്തുവിനെ ഒരു പക്ഷെങ്കിൽ അന്നത്തെ സമൂഹം ഒരു പക്ഷെങ്കിൽ ആ രീതിയിൽ കാണുവാനോ മനസ്സിലാക്കുവാനോ കഴിഞ്ഞില്ല. യേശു ക്രിസ്തുവിനെ ഒരു നല്ല സുഹൃത്തായി കണ്ടവരുണ്ട്. നമ്മളറിയാം, യേശു ക്രിസ്തുവിനെ പല രീതിയിൽ വിളിക്കുന്നുണ്ട്. ചിലർ യേശുവിനെ റബ്ബി, ഗുരു എന്ന് വിളിക്കുന്നുണ്ട്. യേശുവിനെ ചിലർ പ്രവാചകനായി കണ്ടവരുണ്ട്. യേശുവിനെ മറ്റു ചിലർ എന്തായി അവർ കണ്ടത്? ചില തിന്മകൾ ചെയ്ത, അല്ലെങ്കിൽ ബെൽസബൂലിൻ്റെ തലവനെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു മനുഷ്യനായി കണ്ടു. എന്നാൽ യേശു എനിക്കും നിങ്ങൾക്കും ആരാണ് എന്നുള്ളത് ഒരു ശാന്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കണ്ടിരുന്നവർ എങ്ങനെയായിരുന്നു? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വേദഭാഗം ഒന്ന് വായിച്ചു നോക്കുക. ആ വേദഭാഗം ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ ഇതിന് മുമ്പാകെ സമർപ്പിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വേദഭാഗം. ഈ വേദഭാഗത്ത് പറയുന്നത്, യോഹന്നാനെക്കുറിച്ചുള്ള സാക്ഷ്യം കർത്താവ് നൽകിയ ശേഷം കർത്താവ് പറയുകയാണ്, ഈ സമൂഹത്തെ, ഈ ജനത ഞാൻ എന്തിനോട് ഉപമിക്കേണ്ടു എന്ന് കർത്താവ് പറയുകയാണെന്ന് താഴേക്ക് പറയുന്നത്, ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപഗാനം ആലപിച്ചുവെങ്കിൽ നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമമാണ് ഈ തലമുറ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, യോഹന്നാൻ സ്നാപകൻ ലോകത്തിലേക്ക് വന്നു, പക്ഷേ അവനെ അവരെങ്ങനെ കണ്ടു? ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി കണ്ടു. എന്നാൽ ഞാൻ ലോകത്തിലേക്ക് വന്നു, ലോകരക്ഷകനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു, ഞാൻ ലോകത്തിലേക്ക് വന്നു, എന്നെ അവരെങ്ങനെയാണ് കാണുന്നത്? എന്നെ അവർ കാണുന്നത് ഇവിടെ പറയുന്നു, 19-ാം വാക്യം വരുമ്പോഴേക്കും പറയുന്നു, മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് പറയും. അപ്പോൾ യേശു പറയുകയാണ്, എന്നെ അവർ കണ്ടത് എങ്ങനെയാണ്? ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനും ചുങ്കക്കാരുടെയും പാപികളുടെയും ഒക്കെ സ്നേഹിതനായി എന്നെ അവർ കാണുന്നു. പക്ഷെ അവർ ഇതുവരെയും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ അവരെങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്? ക്രിസ്തുവിനെ അവർ മനസ്സിലാക്കിയത് ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായിട്ടാണ്. പ്രിയമുള്ളവരെ, ഇത് കർത്താവിന് ലഭിച്ച ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. യേശുവിൻ്റെ പ്രത്യേകതയാണ് ചുങ്കക്കാരൻ്റെയും പാപികളുടെയും പ്രയാസം അനുഭവിക്കുന്നവരുടെയും സ്നേഹിതനായിരുന്നു യേശു ക്രിസ്തു. അതാണ് ഞാൻ ചോദിച്ചത്. യേശു ക്രിസ്തു അങ്ങനെയുള്ളവർക്ക് സ്നേഹിതനായി എങ്കിൽ നമുക്ക് യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തുവിൻ നമ്മുടെ നല്ല ഒരു
സുഹൃത്തായി കൂട്ടുകാരനായി മാറുമ്പോഴാണ് യേശുവിനെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. ഞാൻ പറയാനുള്ള കാരണം ഇതാണ്. യേശു തന്നെ പറയുകയാണ്, എന്നെ അവർ അങ്ങനെ കണ്ടു, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് യേശുവിനെ അവർ വിളിച്ചു. പ്രിയമുള്ളവരെ, എന്താണ് യേശുവിൻ്റെ സഖിത്വത്തിൻ്റെ പ്രത്യേകത? യേശു നമ്മുടെ കൂട്ടുകാരനായി, യേശു നമ്മുടെ ഭവനത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താണ് പ്രത്യേകത? യേശുവിൻ്റെ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവൻ സ്നേഹിക്കുവാൻ കഴിയുന്നവനാണ്. യേശു ക്രിസ്തു ഒരു സ്നേഹിതനായി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹിതനെക്കുറിച്ച് പറയുന്ന ജോസഫ് അഡീസൺ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ, ഒരു തത്വജ്ഞാനി, യഥാർത്ഥ സ്നേഹിതനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എ സിംഗിൾ സോൾ ഡ്വെല്ലിംഗ് ഇൻ 2 ബോഡീസ്. 2 ശരീരവും ഒരാത്മാവും. ഇതായിരിക്കണം യഥാർത്ഥ സുഹൃത്ത്. യേശു ക്രിസ്തുവിനെ ഒരു നല്ല സുഹൃത്തായി നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുമോ? യേശു എന്ന് പറയുന്ന ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? യേശുവിനെ എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു കൂട്ടുകാരനായി, ഒരു സ്നേഹിതനായി സ്വീകരിക്കേണ്ടത്? യേശുവിൻ്റെ സഖിത്വത്തിന്, യേശുവിൻ്റെ കൂട്ടായ്മയ്ക്ക്, യേശുവിൻ്റെ ഫ്രണ്ട്ഷിപ്പിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയാണ് യേശുവിനെ നാം സ്വീകരിക്കേണ്ടതായി കാരണമാകുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നതാണ്, ഒരു സ്നേഹിതന് വേണ്ടി ജീവനെ വെക്കുന്നതിലും വലിയ സ്നേഹമില്ല. ഒരു കൂട്ടുകാരൻ തൻ്റെ സഹോദരന് വേണ്ടി, സ്നേഹിതന് വേണ്ടി തൻ്റെ ജീവനെ കളയുവാൻ, ത്യാഗം ചെയ്യുവാൻ മനസ്സുള്ളവനാകും. യേശുവിൻ്റെ പ്രത്യേകതയും ഇതുതന്നെയാണ്. കൂട്ടുകാരന് വേണ്ടി, തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു? തൻ്റെ ജീവനെ തന്നെ നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായി. അതുകൊണ്ടാണല്ലോ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വേദഭാഗത്തിൽ കാണുന്നു, യേശു ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള വരവ് എന്താണ്? തൻ്റെ പിതാവിനുള്ള സഖിത്വം മുറുകെ പിടിക്കാതെ, താൻ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, പിതാവിനോട് കൂടെ ഇരിക്കുന്നവൻ, പിതാവിനോട് കൂടെ ഇരിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുത്തി വേണ്ട എന്ന് വെച്ച് എന്ത് ചെയ്തു? അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി തീർന്നു. മനുഷ്യനായി തീർന്ന് എന്തിന്? കാൽവറിയിലെ യാഗത്തോളം അവനെ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? ക്രൂശിലെ മരണത്തോളം അവൻ താഴ്മയുള്ളവനായിരുന്നു. എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു നല്ല സ്നേഹിതൻ തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാണ്. യേശുവിൻ്റെ പ്രത്യേകതയും ഇതുതന്നെയായിരുന്നു. അവൻ ജീവനെ നൽകുവാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, യേശു പിതാവ് ലോകത്തെ സ്നേഹിച്ചത് എങ്ങനെയാണ്? തൻ്റെ പുത്രനെ ലോകത്തിന് തന്നെ നൽകിക്കൊണ്ടാണ് പുത്രനാം ദൈവത്തെ, പിതാവാം ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കളയുവാൻ തയ്യാറായ എത്ര സ്നേഹിതന്മാർ നമുക്കുണ്ട്. ഇവിടെയാണ് യേശുവിൻ്റെ സ്നേഹിതനാകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത്. യേശു സ്നേഹിതന് വേണ്ടി, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവനെ കളയുവാൻ, ജീവനെ നഷ്ടപ്പെടുത്തുവാൻ, മരിക്കുവാൻ തയ്യാറായെങ്കിൽ ഒരു നല്ല സുഹൃത്തായി യേശു നമ്മുടെ കൂടെയുണ്ട്. യേശുവിനെ സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങളും കഴിയണം. ഒരു കഥയുണ്ട്. ഒരിക്കൽ 2 സഹോദരങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ഇളയ സഹോദരൻ എങ്ങനെയോ അറിയാതെ ഒരു പ്രയാസം എത്തിച്ചേർന്നു. പ്രയാസം ഇതായിരുന്നു, അവൻ കടന്നു പോകുമ്പോൾ മറ്റാളോ ആരോ അവനെ പരിഹസിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്നുണ്ടായ കോപത്തിൽ അവൻ അടിപിടിയായി അവനെ അറിയാതെ എങ്ങനെയോ ഒരു കത്തിയെടുത്തവനെ കുത്തി. അവൻ മരണപ്പെട്ടു. ഈ സഹോദരൻ ഈ ഒരു വ്യത്യസ്തമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോഴാണ് മൂത്ത സഹോദരൻ വരുന്നത്. മൂത്ത സഹോദരൻ വന്നു നോക്കുമ്പോൾ ഇളയ സഹോദരൻ കത്തിയുമായി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അവിടെ നമ്മൾ കാണുന്നത്, ആ കഥ പറയുന്നത് ഇങ്ങനെയാണ്. മൂത്ത സഹോദരൻ ഇളയ സഹോദരൻ പറയുകയാണ്, സഹോദര, നിനക്കിനിയും ജീവിതമുണ്ട്, അതുകൊണ്ട് ആ കത്തി പിടിച്ചു വാങ്ങി കയ്യിൽ വെച്ചിട്ട് പറയുകയാണ്, നീ ഓടി രക്ഷപ്പെട്ടു കൊടുക്കുക, ഈ കുറ്റം ഞാൻ സ്വീകരിക്കുകയാണ്. ഇളയ സഹോദരൻ ആവുന്നതിന് ശ്രമിച്ച് പിന്തിരിപ്പിക്കുവാൻ, പക്ഷെ എപ്പോഴേക്കും പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ കാണുന്നത് മൂത്ത സഹോദരൻ കത്തിയുമായി നിൽക്കുന്നതാണ്. അവിടെ പറയുന്നത്, ഇളയ സഹോദരൻ സ്വതന്ത്രനായി മാറുകയും മൂത്തവൻ എന്ത് ചെയ്തു? ഈ ഇളയവന് വേണ്ടി ജയിലിൽ പോവുകയും ചെയ്തു, കുറ്റവാളിയായി മാറ്റപ്പെട്ടു. പ്രിയമുള്ളവർ, എന്താണ് ഇളയ സഹോദരൻ മൂത്ത സഹോദരനും സ്നേഹവും തമ്മിൽ എന്താണ്? ആ സ്നേഹമാണ് പ്രത്യേകത. അവിടെ എന്ത് ചെയ്തു? സ്വയം സഹോദരന് വേണ്ടി താൻ കുറ്റവാളിയാകുവാൻ, തൻ്റെ ജീവനെ നൽകുവാൻ മൂത്ത സഹോദരൻ തയ്യാറായി. ഇതുപോലെയാണ് യേശു ക്രിസ്തുവും. നമ്മൾ എത്രയോ പാപങ്ങൾ ചെയ്തു, എത്രയോ കുറവുകൾ ചെയ്തു, എത്രയോ തെറ്റുകൾ ചെയ്തു. ആ തെറ്റുകൾക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ എന്ത് ചെയ്തു? എനിക്കും നിങ്ങൾക്ക് വേണ്ടി യാഗമായി മാറി.
ഇതാണ് യഥാർത്ഥ സുഹൃത്ത്. അപ്പോൾ യേശു ക്രിസ്തു എന്ന സുഹൃത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു നല്ല സഹോദരൻ, നല്ല സ്നേഹിതൻ തൻ്റെ കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതാണ് എന്ന് ക്രിസ്തു പറഞ്ഞുവെങ്കിൽ, ആ യഥാർത്ഥ സ്നേഹിതൻ്റെ ചിത്രം യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾക്ക് വേണ്ടി ജീവൻ നൽകിയ ക്രിസ്തുവിൻ്റെ ചിത്രം എനിക്കും നിങ്ങൾക്കും ഒരു പാഠമാകട്ടെ. ആ ക്രിസ്തുവിനെ എൻ്റെ കൂട്ടുകാരനായി സ്വീകരിക്കുവാൻ കഴിയും. അവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനാണെങ്കിൽ ഈ കുറവുള്ള എൻ്റെ സ്നേഹിതനായി കർത്താവ് വരുവാൻ ആഗ്രഹിക്കുന്നു. അതിനെ സ്വീകരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? രണ്ടാമതായി, ഒരു സ്നേഹിതൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സ്നേഹിതൻ തൻ്റെ സഹോദരനെ അല്ലെങ്കിൽ തൻ്റെ സ്നേഹിതനെ സ്നേഹിക്കുന്നവനായിരിക്കും. തൻ്റെ സ്നേഹിതനെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അതുകൊണ്ടാണ് സദൃശ്യവാക്യം 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. ഒരു നല്ല സ്നേഹിതൻ സ്നേഹമുള്ളവനാകണം. തൻ്റെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കുന്നവനാകണം. ഒരു നല്ല നേതാവ് തൻ്റെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കുന്നവനാകണം. ഒരു നല്ല പുരോഹിതൻ തൻ്റെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കുന്നവനാകണം. ഒരു നല്ല മേൽപ്പട്ടക്കാരൻ തൻ്റെ കൂടെ നിൽക്കുന്നവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാകണം. ഇതാണ് ക്രിസ്തു ഒരു നല്ല സ്നേഹിതൻ്റെ രൂപം നമ്മൾ കാണുന്നത്. നല്ല സ്നേഹിതൻ, ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും സ്നേഹിക്കുന്നവനാകുന്നു. ഈ സ്നേഹം നമ്മൾ കർത്താവിൽ കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ നമ്മൾ ഈ സ്നേഹം കാണുന്നു. 1 യോഹന്നാൻ 4:14 പറയുന്നു, ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. ദൈവത്തെ പറയുന്നത് ഗോഡ് ഈസ് ലവ്. ദൈവത്തിൻ്റെ മറ്റൊരു പേരാണ് സ്നേഹം. ആ സ്നേഹമാണ് നമ്മൾ കാൽവറിയിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ സ്നേഹമാണ് ഒരു ഉത്തമ സ്നേഹിതനിൽ ഉണ്ടാകേണ്ടത്. ചുങ്കക്കാരും പാപികളും യേശുവിൽ കണ്ടത് ഈ സ്നേഹമാണ്. തന്നെ ആശ്ലേഷിക്കുവാൻ ശ്രമിക്കുന്ന യേശു, കുഷ്ഠരോഗിയെ കൈതൊട്ട് സൗഖ്യമാക്കുന്ന യേശു, തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്ന യേശു അല്ലേ? ഈ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് യേശുവിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ചുങ്കക്കാരും പാപികളും അവനെ സ്നേഹിതനായി സ്വീകരിച്ചത്. ഒരുപക്ഷെങ്കിൽ യേശുവിനെ സ്നേഹിതനായി സ്വീകരിക്കുവാൻ, ദൈവസ്നേഹം നമ്മളിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞെങ്കിൽ ക്രിസ്തു നമ്മുടെ സ്നേഹിതനായി മാറും. രണ്ടാമതായി ഞാൻ പറഞ്ഞത്, ഒരു ഉത്തമ സ്നേഹിതൻ എപ്പോഴും സ്നേഹിക്കുന്നവനായിരിക്കും. യേശുവിൻ്റെ ഈ സഹോദരൻ്റെ പ്രത്യേകതയും, യേശു നമ്മുടെ കൂട്ടുകാരനായി മാറുമ്പോൾ യേശു നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒരു സ്നേഹിതനിൽ കാണേണ്ട രണ്ടാമത്തെ ഗുണമാണ് സ്നേഹിക്കുന്നവനായിരിക്കണം. യേശു സ്നേഹിക്കുന്നവനാണ്. എൻ്റെയും നിങ്ങളുടെയും കൂട്ടുകാരനായി നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് യേശു ആകണം. മൂന്നാമതായി, ഒരു നല്ല സ്നേഹിതൻ മനഃസ്ഥിരതയുള്ളവരാകണം. യേശു ഒരു നല്ല സ്നേഹിതൻ ആരാകണം? ദുഃഖത്തിൽ പങ്കുചേരുന്നവനാകണം. ഒരു നല്ല സ്നേഹിതൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് അവൻ മനഃസ്ഥിരതയുള്ളവനാകണം, ദുഃഖത്തിൽ പങ്കുചേരുന്നവനാകണം. എത്രയോ പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഉറ്റ സ്നേഹിതർ പോലും നമ്മളെ കൈവിടുമ്പോൾ യേശു നമ്മളുടെ കൂടെയുണ്ട്. ലോകത്തിൽ പലപ്പോഴും ദുഃഖത്തിൽ പ്രയാസരായിരിക്കുമ്പോൾ മറ്റു സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ നമ്മളെ കൈവിടും. പക്ഷെ അവിടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്, കരുതുന്നവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതാണ് മൂന്നാമത്തെ ഒരു സ്നേഹത്തിൻ്റെ പ്രത്യേകത. ഏത് ദുഃഖത്തിലും പങ്കുചേരുന്നവനാണ്. ഒരു കുട്ടി അമ്മയോട് പറയുകയാണ്, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. ഞാനും അവനുടെ കൂടെ പോയി അവന് ആശ്വാസം പകർന്നു. കുട്ടി പറയുകയാണ്, എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അമ്മ മരിച്ചുപോയി, ഞാനും അവൻ്റെ കൂടെ പോയി അവന് ആശ്വാസം പകർന്നു. അമ്മയ്ക്ക് അത്ഭുതമായി. അമ്മ ചോദിക്കുകയാണ്, നീ എങ്ങനെ അവന് ആശ്വാസം പകർന്നു? അപ്പോൾ ഈ കുട്ടി പറയുന്നൊരു മറുപടിയുണ്ട്, ഐ ക്രൈഡ് വിത്ത് ഹെയർ. ഞാൻ അവളോടുകൂടി കരഞ്ഞു. എന്താ പറഞ്ഞത്? ഐ ക്രൈഡ് വിത്ത് ഹെയർ. ഞാൻ അവളോടുകൂടി കരഞ്ഞു. ഇതാണ് സ്നേഹിതൻ്റെ സ്വഭാവം. എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുക, എൻ്റെ ദുഃഖത്തോട് ചേർന്ന് നിന്ന് കരയുവാൻ, എൻ്റെ സങ്കടത്തോട് കൂടെ നിന്ന് കരയുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. യേശു ക്രിസ്തു അങ്ങനെ ഒരു സ്നേഹിതനാണ്. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം, യേശു ക്രിസ്തു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. എന്താ? യേശു ക്രിസ്തു കണ്ണുനീർ വാർത്തു. ലോകരക്ഷകനായ യേശു ഒരു സാധാരണ മനുഷ്യൻ മരിക്കുന്നത് കണ്ട് കരയേണ്ട ആവശ്യമുണ്ടോ? ബഥാനിയയിലെ ഭവനത്തിൽ ലാസറിന്റെ മരണത്തിൽ അവൻ്റെ കല്ലറക്കൽ നിന്ന് യേശു ക്രിസ്തു കരയുന്നു. ഒരു സാധാരണ മനുഷ്യനെ പോലെ ക്രിസ്തു
അവിടെ കരയുകയാണ്. എന്താണ് കാരണം? ആ ലാസറിൻ്റെ ഭവനത്തെ എത്രമാത്രം യേശു സ്നേഹിച്ചു. കാരണം എന്നാ? യേശുവിനെ അറിയുന്നൊരു ഭവനമായിരുന്നു. യേശു ക്രിസ്തു നമ്മളെയും കരുതുന്നവനാണ്, നമ്മൾക്ക് വേണ്ടി കരയുന്നവനാണ്, നമ്മളോട് കൂടെ പ്രയാസത്തിൽ കൂടെ നിൽക്കുന്നവനാണ് യേശു ക്രിസ്തു. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉപേക്ഷിക്കുന്നവനായ ക്രിസ്തുവാണ് നമുക്കുള്ളത്. മൂന്നാമത്തെ സ്നേഹിതൻ്റെ പ്രത്യേകതയാണ്, ഒരു നല്ല സ്നേഹിതൻ ദുഃഖത്തിൽ നമ്മുടെ കൂടെ നിൽക്കും. മനസ്ഥിരതയുള്ളവനായി നമ്മുടെ ആശ്വാസം പകർന്ന് നമ്മുടെ കൂടെ നിൽക്കും യേശു ക്രിസ്തു. അങ്ങനെയുള്ളൊരു സ്നേഹിതനായതുകൊണ്ടാണ് ചുങ്കക്കാരും പാപികളും അവരുടെ കൂടെ കൂടിയത്. അറിയാമല്ലോ, യേശുവിനെ കേൾക്കുവാനായി പോകുന്ന വലിയ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് പറയുകയാണ്, നിങ്ങളവർക്ക് ഭക്ഷിപ്പാൻ നൽകി. അവർ പോകുന്ന വഴിയിൽ തളർന്നു പോകും. അവർ വിശന്നവരാണ്, അവർ ഇത്രയും നേരം പ്രസംഗം കേട്ടവരാണ്, പോകുമ്പോൾ തളർന്നു പോകും. കർത്താവോട് പറയുന്നത് തന്നെ ശിഷ്യന്മാരോട്, നിങ്ങളവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. പക്ഷെ നമ്മൾ കാണുന്നുണ്ടല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചില്ലേ? അതെന്താണ്? പ്രയാസപ്പെടുന്നവരുടെ കൂടെ കരയുവാൻ, പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിൽക്കുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നല്ല സ്നേഹിതൻ്റെ മറ്റൊരു ചിന്തയാണ്, അവൻ എപ്പോഴും പ്രയാസത്തിൽ കൂടെ നിൽക്കുന്നവനാണ്. യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത് ഇതുകൊണ്ടാണ്. ചുങ്കക്കാരും പാപികളും അവൻ്റെ സ്നേഹിതരായെങ്കിൽ അവൻ അവരോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ സ്നേഹിതരായി സ്വീകരിച്ചുകൂടാ? പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം. ഓരോ നിമിഷവും ദൈവം നമ്മോട് പറയുകയാണ്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹിതനായി, കർത്താവിനെ നമ്മുടെ സ്നേഹിതനായി മാറ്റുവാൻ ഇപ്പോഴുള്ള സമയം നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുവിൻ. നാലാമതായി, ഒരു നല്ല സ്നേഹിതൻ്റെ പ്രത്യേകത എന്താണ്? ഒരു നല്ല സ്നേഹിതൻ ക്ഷമിക്കുന്നവനാണ്. ഒരു നല്ല സ്നേഹിതൻ ക്ഷമിക്കുന്നവനാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 50-ാം വാക്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:50 നാം വായിക്കുന്നു: യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യമെന്ത് എന്ന് ചോദിച്ചു. സ്നേഹിത, നീ വന്ന കാര്യമെന്ത് എന്ന് ചോദിച്ചു. ഈ കോൺടെക്സ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ. യേശുവിനെ പിടിക്കുവാൻ പടയാളികളും എല്ലാ പുരോഹിതന്മാരും ഒരുമിച്ച് യൂദയുടെ കൂടെ വരികയാണ്. അപ്പോൾ യേശുവിനെ പിടിക്കുവാൻ പടയാളികൾ തുഴഞ്ഞപ്പോൾ അവരോട് കർത്താവ് ചോദിക്കുകയാണ്, സ്നേഹിത. എന്താ പറഞ്ഞത്? ഒരു ഉത്തമ സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് ചോദിക്കുന്നു. തന്നെ പിടിക്കുവാൻ വന്നവരോട് കർത്താവ് ക്ഷമിക്കുകയാണ്. സ്നേഹിത എന്നാണ് അവരെ കർത്താവ് വിളിക്കുന്നത്. യേശു എന്ന ഫ്രണ്ട് ക്ഷമിക്കുന്നവനാണ്. നമ്മുടെ പാപങ്ങളെയോ എത്രയോ പ്രാവശ്യം ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു. നമ്മുടെ കുറവുകളെ എത്രയോ പ്രാവശ്യം ദൈവം ക്ഷമിച്ചില്ലേ? ഈ ക്ഷമിക്കുന്നവനായ ദൈവമാണ് നമുക്കുള്ളത് എന്നും അറിയണം. ഒരു യഥാർത്ഥ സുഹൃത്ത് ക്ഷമിക്കുന്നവനാണ്. ഈ ക്ഷമയാണ് കർത്താവിൽ ചുങ്കക്കാരും പാപികളും ദർശിച്ചത്. എത്രയോ പേരുടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു, എത്രയോ കുറവുകൾ ദൈവം പരിഹരിച്ചു. അതൊക്കെ സാധാരണ ആൾക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഇടയായി. ഈ ക്ഷമിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഭവനത്തിൽ, ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമോ? തെറ്റ് ചെയ്തുവാൽ തിരുത്തപ്പെടണം. നമ്മൾ പറഞ്ഞ വലതു ഭാഗത്തെ കള്ളൻ, അവൻ തെറ്റ് ചെയ്തു, പക്ഷെങ്കിൽ അവൻ പശ്ചാത്തപിച്ചു, കുറവാണെന്ന് കണ്ടു, ദൈവം അവനെ ക്ഷമ നൽകി. അങ്ങനെ എത്രയോ തൻ്റെ കുരിശിൽ കിടക്കുന്നവരോട്, തന്നെ ക്രൂശിച്ചോടെ കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമിക്കുന്നവനാണ് ഒരു നല്ല സുഹൃത്ത്. യേശു ക്രിസ്തു ഒരു നല്ല സുഹൃത്താണെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ് എന്ന് വിശ്വസിക്കണം. ക്രിസ്തുവിനെ സുഹൃത്തായി നമുക്ക് സ്വീകരിക്കാം. അഞ്ചാമതായി, ഒരു നല്ല സുഹൃത്തിൻ്റെ പ്രത്യേകത പറയുന്നത്, നല്ല സ്നേഹിതൻ തുറന്ന മനസ്സുള്ളവനാകണം. നല്ല സ്നേഹിതൻ തുറന്ന മനസ്സുള്ളവനാകണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, യജമാനൻ പറയുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളെ അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു യഥാർത്ഥ സ്നേഹിതൻ്റെ ഗുണമെന്താണ്? അവൻ തുറന്ന മനസ്സുള്ളവനാണ്. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടെന്ന് പോലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകുന്നു. കർത്താവ് പറയുന്നത് അങ്ങനെയാണ്. ഇനി നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, സ്നേഹിതന്മാരെന്നാണ് വിളിക്കുന്നത്. യേശു നമ്മളെ വിളിക്കുന്ന വിളിയാണ് സ്നേഹിത. ഫ്രണ്ടിൻ്റെ പ്രത്യേകത ഏതാണ്? നമ്മുടെ കൂടെ തുറന്ന മനസ്സുള്ളവനാകണം, ഓപ്പൺ മൈൻഡുള്ളവനാണ് ഒരു നല്ല സുഹൃത്ത്.
അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത. നമ്മുടെ സ്നേഹിതന്മാർ തുറന്ന മനസ്സുള്ളവരാണോ? നമ്മുടെ കൂടെ നിൽക്കും, കാര്യം കാണുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുകയും അതുകൊണ്ട് പിന്നീട് കാണും. അതുകൊണ്ടാണ് പറയുന്നത്, സുഖത്തിലുണ്ടാം സഖിമാർ അനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. സുഖത്തിൽ അനേകം സുഹൃത്തുക്കളുണ്ടാകാം. നല്ല കാലത്ത് മദ്യപാനവും മദ്യമായി നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കൂടാം. പണമില്ലെങ്കിലോ ഒരു സുഹൃത്തും നമ്മുടെ കൂടെ കാണില്ല. പണമില്ലാത്ത അവസരത്തിൽ ഞാനും നിങ്ങളും മാത്രം പറയാണല്ലോ, നമ്മുടെ കൂടെ ഞാനും എൻ്റെ നിഴലും മാത്രം കാണുന്ന അനുഭവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു നല്ല സുഹൃത്ത് തുറന്ന മനസ്സുള്ളവനാണ്, നമ്മുടെ കൂടെ നടക്കുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 13:16 വാക്യത്തിൽ പറയുന്നു, കൂടെ നടക്കുന്നവൻ ദാസൻ യജമാനേക്കാൾ വലിയവനല്ല. യേശു കൂടെ നടക്കുന്നവനാണ്, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല. ഒരു പുതിയ ചിന്ത യേശു ലോകത്തിന് നൽകി. കാരണം എന്നാ? ലോകത്തെ സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന തുറന്ന മനസ്സുള്ളവനായ ഒരു വലിയ ഗുരുനാഥനാണ് യേശു ക്രിസ്തു. ഒരു നല്ല സഹോദരനാണ് യേശു ക്രിസ്തു. നല്ല കൂട്ടുകാരനാണ് യേശു ക്രിസ്തു. ഈ സ്നേഹമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ഒരു നല്ല കൂട്ടുകാരനായി യേശുവിനെ കൂടെ കൂടുവാൻ കഴിയുമോ? അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചത്, കൂട്ടുകാരൻ നന്നായാൽ കണ്ണാടി വേണ്ട. നമ്മുടെ കൂട്ടുകാരൻ ആരാണ്? മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നവനാകാം, നമ്മുടെ കൂടെ തെറ്റിലേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുന്നവനാകാം, തെറ്റിലേക്ക് പോകുവാൻ നമുക്ക് വഴികാട്ടുന്നവനാകാം. എന്നാൽ യേശു എന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു നല്ല സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ എല്ലാ സ്നേഹത്തിൻ്റെ പ്രത്യേകതയും യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നാമതായി ഒരു നല്ല സുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ ത്യാഗം ചെയ്യുവാൻ, എനിക്ക് വേണ്ടി, നല്ല കൂട്ടുകാരന് വേണ്ടി തൻ്റെ ജീവനെ തന്നെ സമർപ്പിക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം. അതാണ് യേശുവിൽ നമ്മൾ കാണുന്നത്. തൻ്റെ ജീവനെ തന്നെ എനിക്കും നിങ്ങൾക്കായി ക്രിസ്തു കാൽവറിയിൽ യാഗമായി. രണ്ടാമതായി, ഒരു നല്ല സുഹൃത്ത് സ്നേഹിക്കുന്നവനാകണം. യേശു എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നവനാണ്, നമ്മുടെ കൂടെയുള്ളവനാണ്. യേശുവിൻ്റെ പ്രത്യേകത അതാണ്. മൂന്നാമതായി നമ്മൾ കാണുന്നത്, ഒരു നല്ല സുഹൃത്തിൻ്റെ പ്രത്യേകത, ദുഃഖത്തിൽ അവനോട് കൂടെ പങ്കുചേരുന്നവനാണ്. ദുഃഖമുണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. മനസ്സൃതിയോടുകൂടി നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് നല്ല സുഹൃത്ത്. അത് ക്രിസ്തു നമ്മുടെ കൂടെ ഏതനുഭവത്തിലും ഉണ്ട് എന്ന് വിശ്വസിക്കുക. നാലാമതായി നമ്മൾ കാണുന്നത്, ഒരു നല്ല സുഹൃത്ത് ക്ഷമിക്കുന്നവനാണ്, നമ്മുടെ കുറവുകളെ ക്ഷമിക്കുന്നവനാണ്, നമ്മുടെ തെറ്റുകളെ കണ്ടാൽ ചൂണ്ടിക്കാട്ടുന്നവനാണ്. അങ്ങനെയുള്ള നല്ല സുഹൃത്ത് യേശു ക്രിസ്തു ആയിരിക്കട്ടെ. അഞ്ചാമതായി, ഒരു നല്ല സുഹൃത്ത് തുറന്ന മനസ്സുള്ളവനായിരിക്കണം. നമ്മുടെ കുറവുകളെ കണ്ടെത്തിയാൽ അത് പറഞ്ഞു തരുവാൻ കഴിവുള്ളവനാകണം. നമ്മളെ തുറന്ന മനസ്സോടെ അംഗീകരിക്കുന്നവനാകണം. അങ്ങനെയൊരു സുഹൃത്താണ് നസറേനായ യേശു. ആ യേശുവിനെയാണ് ചുങ്കക്കാരും പാപികളും സ്നേഹിതനായി കണ്ടത്. യേശു പറയുന്നു, എന്നെ സ്നേഹിതനായി സ്വീകരിച്ചവർ ചുങ്കക്കാരും പാപികളുമാണ് എങ്കിൽ നിങ്ങൾക്കതിന് കഴിയുമോ? കർത്താവ് പറയുകയാണ്, ഞാൻ തിന്നും കുടിച്ചവനായി വന്നു, എന്നെ അവർ എങ്ങനെ കണ്ടു? ചുങ്കക്കാരൻ്റെയും പാപികളുടെയും സ്നേഹിതനായി കണ്ടു. ഐ ആം സാറ്റിസ്ഫൈഡ്. ക്രിസ്തു പറയുകയാണ്, ഞാൻ പൂർണ്ണ തൃപ്തനാണ്. കാരണം എന്നാ? ചുങ്കക്കാരൻ്റെയും പാപികളുടെയും കൂടെ അവരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു നല്ല സുഹൃത്തായി മാറുവാൻ കഴിഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, ആദ്യമേ ചോദിച്ചില്ലേ, നിങ്ങളുടെ സുഹൃത്ത് ആരാണ്? നമ്മുടെ സുഹൃത്ത് യേശുവാണ്. എൻ്റെ കൂട്ടുകാരൻ യേശുവാണ്, എൻ്റെ കൂട്ടുകാരി യേശുവാണ് എന്ന് പറയുവാൻ എനിക്കും നിങ്ങൾ കഴിയുമോ? അവിടെയാണ് ഒരു നല്ല സുഹൃത്തായി യേശു നമ്മുടെ കൂടെയുള്ളത്. യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്ന, നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ല സുഹൃത്തായി യേശു കൂടെയുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. യേശുവിനെ നമുക്ക് നല്ല സുഹൃത്തായി സ്വീകരിക്കാം. ചുങ്കക്കാരും പാപികളും യേശുവിനെ സുഹൃത്തായി സ്വീകരിച്ചുവെങ്കിൽ നമുക്കെന്തുകൊണ്ട് യേശുവിനെ ഒരു സുഹൃത്തായി, കൂട്ടുകാരനായി സ്വീകരിച്ചുകൂടാ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്തായി യേശു തമ്പുരാൻ മാറട്ടെ. അതുകൊണ്ട്, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തോ നൽകും ഞാനിനി, എന്നെ പൂർണ്ണമായി നൽകുന്നു നാഥനെ. നമുക്ക് പൂർണ്ണമായി ദൈവമുമ്പാകെ സമർപ്പിക്കാം. ആ നല്ല സുഖത്തിനായി നമ്മളത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനാപൂർവം യേശു ക്രിസ്തുവിനെ നല്ല സുഹൃത്തായി സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നല്ല സുഹൃത്തിനായി കാത്തിരിക്കാം. ആ നല്ല സുഹൃത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. എല്ലാ ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.